അപ്പോഴേ വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് നാളായിട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഞങ്ങൾ കുറച്ച് പ്ലാന്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പ്ലാന്റ് നഴ്സറിയിലോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ കാട്ടാക്കട ഇപ്പോൾ ഫേമസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ നേരെ ആ പ്ലാന്റ് നഴ്സറിയിലോട്ട് എത്തിയിട്ടുണ്ട്. കുറേ നാളായിട്ട് കുറച്ച് ചെടികൾ വാങ്ങണമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് പോയത്. എനിക്ക് സത്യം പറഞ്ഞ ചെടികളെ പേര് എനിക്കറിയില്ല, കാരണം ഞാൻ മറന്നുപോയി. കുറേ നാളായതുകൊണ്ട് ഞാൻ മറന്നുപോയി, അതാണ് സത്യം. ഇത് കണ്ടില്ല, ഇത് കലാറ്റിയ ലൂട്ടിയ. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഓൾറെഡി ഉണ്ട്. ഈ ചെടിയാണ് ഞാൻ വാങ്ങിച്ചേട്ടോ. ഇത് 200 രൂപയാണ് ഒരു ചട്ടിയും ചെടിയും. പക്ഷേ ഞാൻ അത് മേടിക്കാൻ നിന്നില്ല. സാധാരണ ഇതിന് ഞാൻ എപ്പോഴും കുറച്ച് കൃഷിക്കാരാണ് പോയത്. ഞാൻ ചെറിയ ചെടി വാങ്ങി, അതായത് ഇതിൻ്റെ ചെറിയൊരു തൈ മേടിച്ചിട്ട് ഞാൻ ചട്ടി സെപ്പറേറ്റ് മേടിച്ച് നടാറാണ് പതിവ്. കാരണം അതാകുമ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടാകും. ഈ ഒരു തൈയാണ് ഞാൻ മേടിച്ചത്, അതിൻ്റെ ചെറുതാണ്. 50 രൂപ എങ്ങാണ്ടാണ്. പക്ഷേ ഇത് മരമാകുന്ന ഒരു ബുഷി ടൈപ്പാണ്. മരമാവും, ബുഷി ടൈപ്പിലായിട്ട് നിർത്താനും പറ്റും. പിന്നെ കുറച്ച് റോസുകൾ കണ്ടോ ഇവിടെ. അത്രയും റോസുകളായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. പക്ഷേ റോസുകൾ വീട്ടിൽ കൊണ്ട് വെച്ചാലും നമ്മൾ ഈ വാങ്ങി വീട്ടിൽ കൊണ്ട് വയ്ക്കും പോലെ വച്ച് കഴിഞ്ഞാലും വലിയ രസം ഉണ്ടാകത്തില്ല. കാരണം അത് പെട്ടെന്ന് ചീത്തയായിപ്പോൾ അതിന് കുറേ മറ്റു കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. പിന്നെ ഇത് പക്ഷേ ചെന്ന് നോക്കുമ്പോൾ ഒത്തിരി ഉണ്ട്. മാവ്, പ്ലാവ്, പിന്നെ വെറൈറ്റി ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ ആ ഒരൊറ്റ ചെടി മാത്രമേ മേടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള നഴ്സറിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പോട്ട്സും ചട്ടികളും കുറച്ച് ചെടിച്ചട്ടി കാര്യങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെയും. പക്ഷേ അവിടത്തേനെ കാര്യം കുറച്ചും കൂടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സാണ് ഇവിടെ കൂടുതലായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അത്യാവശ്യം നല്ല അടിപൊളി ചെടികളായിരുന്നു. പിന്നെ ഈ കാണുന്ന റെഡ് കലാറ്റിയ വെറൈറ്റി ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തൈ, നമുക്കൊരു തൈ മതി, നമുക്ക് ഒത്തിരി ആക്കാമല്ലോ. 60 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. പക്ഷേ അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു തൈയായിരുന്നു. അതിൽ തന്നെ 3-4 തൈകൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്ന് ഞാനൊരു 5 ചട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. 20 വന്നു നേരെ അവിടെ. ഈ കടയിൽ ഒത്തിരി ചെടിച്ചട്ടികളുണ്ട്. അത്യാവശ്യം ലാഭത്തിൽ കിട്ടുകയും ചെയ്യും, അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട്. ഞാൻ കൂടുതൽ ഇവിടുന്ന് തന്നെയാണ് മേടിക്കുന്നത്. ഇപ്പോൾ ഹാൻഡ് പോട്ടിങ് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് ഇതായി കിടക്കുന്നത്. പിന്നെ ഈ കണ്ടില്ലേ ചെറിയ ശില്പങ്ങൾ, അത് നമുക്ക് ഈ കുളം പോണ്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വയ്ക്കാം. ഉണ്ട്, ഓൾറെഡി കുളം ഒരു വീട്ടിലുണ്ട്, നമുക്ക് പതുക്കെ വയ്ക്കാം. എല്ലാം കൂടെ ആദ്യമേ കയറി മേടിക്കാൻ പറ്റത്തില്ലല്ലോ, അതാണ് സംഭവം. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം. ഇത് കാട്ടാക്കട 5 തെങ്ങ് കഴിഞ്ഞിട്ട് വരുന്ന അവിടെയാണ് കേട്ടോ. പഴയ ജയവിനായകയുടെ ഓപ്പോസിറ്റാണ് ഈ കട. അപ്പോൾ നമ്മൾ നേരെ ഈ ചെടി മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാനുള്ള തത്രപ്പാടാണ്. അപ്പോൾ നമ്മുടെ ശ്രീമതിയും കൂടെ കൂട്ടിയത് അവിടെയാണ് എല്ലാം